കുറച്ച് സോയാബീൻ എടുത്തിട്ടുണ്ട്. ചെറിയ സൈസ് സോയാബീനാണ് എടുത്തേക്കണം. അപ്പം ഇതൊന്ന് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മസാലപ്പൊടിയും ഇട്ട് അരപ്പുരട്ടിയതിന് ശേഷം ഒന്ന് ഷാലോ ഫ്രൈ ചെയ്യുക. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. സോയാബീൻ കറി ഞാൻ കുക്കറിലാണ് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഇതിൽ തന്നെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാവേ, കുറച്ച് മതി. തിരി എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിനി കുറച്ച് സോയാബീൻ ഇട്ട് കൊടുക്കാം. നമ്മൾ സോയാബീൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇതിനി പൊരിയെടുക്കാം. ഇനി നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള വാടി വന്നിട്ടുണ്ട്. നമുക്കിനി കൊച്ചുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, ഗരം മസാല, കുറച്ച് കുരുമുളക് പൊടി. ഇത്രയായിട്ടാണ് ഇടുന്നത്. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, 2 സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ കുരുമുളക് പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് കറി മസാല. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് വഴറ്റാം. ചൂടാക്കി മൂപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് സോയാബീൻ ചേർത്ത് കൊടുക്കാവേ, ഫ്രൈ ചെയ്ത് വെച്ചേക്കണം. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നമുക്കൊരു 2 വിസിൽ ഏൽപ്പിച്ചെടുക്കാം. നമ്മളെ സോയാബീൻ കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.